ഹായ്, ഞാൻ ഷിഫ മറിയം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു അഡ്വഞ്ചർ വാക്കിന് പോവുക. അഡ്വഞ്ചർ എന്ന് പറയാൻ അങ്ങനെ വലിയ അഡ്വഞ്ചറൊന്നുമില്ല. ഇത് സൺഡേ ആണ്. രാത്രി നല്ല സ്നോഫാൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുറ്റും മഞ്ഞാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കഴിഞ്ഞ വിൻ്ററിന് ഇത്രയും മഞ്ഞുണ്ടായിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർഷ് വിൻ്റർ, എൻ്റെ ഫസ്റ്റ് വിൻ്ററാണ് ഇതെന്ന് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നടക്കാൻ പോവാന്ന്. നന്നായിട്ട് കുറേ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെ ആയിരിക്കും. അപ്പോൾ നടക്കാൻ പോവാം. നമ്മൾ മഞ്ഞ് കാട്ടിൽ നടക്കാൻ വന്നു. ഞാൻ എപ്പോഴും വരാറുള്ള കാടാണിത്. കാട് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉമ്മാക്ക് പേടിയാവും, കാട്ടിലൊക്കെ അങ്ങനെ പോകാൻ പാടുണ്ടോന്നൊക്കെ. പക്ഷേ ഇതൊരു നല്ല സേഫ് പ്ലേസാണ്. പിന്നെ ഞാൻ ഫുൾ സ്നോയിൽ ഇവിടെ എങ്ങനെ ആവുമെന്ന് എനിക്ക് കാണാൻ വേണം. കാരണം ഞാനെപ്പോഴും വരുന്ന സ്ഥലമല്ല, അപ്പോൾ ഭയങ്കര മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ചെറുതായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കറിയില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ എങ്ങനെയായിരിക്കുന്നൊന്നും എനിക്കറിയില്ല. ഇത് ഒരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമാണോ അതോ ഞാനിപ്പോൾ തന്നെ ഇതൊക്കെ റിഗ്രറ്റ് ചെയ്ത് തിരിച്ച് ഓടുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. സ്നോ ഉണ്ട്, പക്ഷെ അധികം തണുപ്പൊന്നുമില്ല. -2 ഉള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് മാനേജബിൾ. ആ മുന്നിൽ പോകുന്ന ആൾ സ്കീ ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് മഞ്ഞിൽ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോവുകയാണ്. അതിൻ്റെ അടുത്തുനിന്നുള്ള വീഡിയോ എനിക്ക് കിട്ടിയില്ല, പക്ഷേ അത് ഭയങ്കര കൗതുകകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സ്കീയിങ് ഇവർക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ ഇത്രയും മഞ്ഞൊക്കെ വന്നപ്പോൾ ആളുകൾ അങ്ങനെ അതൊക്കെ എടുത്തിട്ടാണ്, അവരുടെ ആ സ്കീയൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വന്നത് നന്നായി. ഇങ്ങനൊരു കാഴ്ച, അതായത് ഇത്രയും മഞ്ഞ് ഇവിടെ കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാ വർഷവും ഇത്രയും മഞ്ഞൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്നത് ആ ക്രിസ്പ് സ്നോയിൽ, അതായത് ഇങ്ങനെയും ഈ മഞ്ഞിൽ നടക്കാൻ ഭയങ്കര രസമാണ്. ഉരുകി ഒലിക്കാത്ത ആ ഫ്രഷ് സ്നോ ഉണ്ടല്ലോ, അതിലിങ്ങനെ കാലുകളൊക്കെ ഇങ്ങനെ വെച്ച് നടക്കാൻ. അങ്ങനെ ഞാൻ ആ പാർക്കിലെത്തിയപ്പോഴാണ് അവിടെ ആരോ ഒരു വലിയ സ്നോമാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളാണോ അതോ വലിയവർ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ അധികം കുട്ടികൾ ഒറ്റയ്ക്കല്ല വരാറുള്ളത്, ഫാമിലി ആയിട്ടുള്ളവരാണ് വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വന്നവരിൽ ഒരു ഫൺ ഗ്രൂപ്പ് ആരെങ്കിലും അങ്ങനെ ചെയ്തു വെച്ചതായിരിക്കാം. ഞാനും ഒരു സ്നോമാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ എന്തായാലും ഒരു ജയൻറ്റ് സ്നോമാൻ ഉണ്ട്. ഇത് ഇത്രയും സമയം ഇതിങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ ഉരുട്ടി എന്തായാലും കുറേ സമയം എടുത്തിട്ടായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാനൊരു ചെറിയ സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ ഉരുട്ടി നോക്കി. പക്ഷേ എൻ്റെ ഗ്ലൗ ഇട്ടത് കാരണം അതങ്ങനെ പറ്റുന്നില്ല. അങ്ങനെ ഞാനവിടെ വെറുതെ കുറേ നേരം ഇങ്ങനെ മൂടി കളിച്ചൊക്കെ ഇങ്ങനെ നടന്നു. അവിടെ ആ ബെഞ്ചിൽ നിറയെ മഞ്ഞാണ്. അപ്പം ഞാൻ അതിലൊന്ന് ഇരുന്ന് നോക്കി. ആ ഒരു ഫ്രഷ് സ്നോയിൽ തട്ടി നടക്കാനല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഞാനങ്ങനെ ഒക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഗ്ലൗ ഇട്ടിട്ട് സ്നോ ഉരുട്ടാനോ അല്ലെങ്കിൽ സ്നോമാൻ ഉണ്ടാക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഗ്ലൗസ് ഊരി. ഭയങ്കര തണുപ്പാണ്, അത് അത്ര കംഫർട്ടബിളൊന്നുമല്ല. പക്ഷേ എപ്പോഴൊന്നും ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ, എപ്പോഴും ഇത്രയും സ്നോ ഒന്നും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് ഈ പ്രാഗിൽ ഇത്രയും സ്നോ കോമൺ അല്ല. ഒരുപാട് വളരെ സ്നോ കിട്ടുന്ന അനോയിങ് സ്നോഫാളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ നോർഡിക് കൺട്രീസിലും. പിന്നെ കാനഡയുടെ വേറെ പല ഭാഗങ്ങളിലൊക്കെ വിൻ്റർ ശരിക്കും മടുത്ത് വെറുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു മൈൽഡ് വിൻ്റർ ആണുള്ളത്. മൈൽഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത്രയധികം സ്നോഫോളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ചെറിയ സ്നോമാനെ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. അപ്പോഴതിൻ്റെ തല നിലത്ത് വീണുപോയി. ഓൾറെഡി തണുത്തിട്ട് എൻ്റെ കൈയൊക്കെ തണുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴേക്ക് അങ്ങനെ പോയി. അങ്ങനെ ഞാൻ വീണ്ടും അത് കയ്യിലെടുത്തു. പിന്നെ അവിടെ വെക്കുമ്പോഴേക്ക് വീണ്ടും അതിൻ്റെ തല ഉരുണ്ട് വീണു. പക്ഷേ അനോയിങ് ആവാനൊന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ വലിയ കാര്യമൊന്നുമല്ലല്ലോ, വലിയ കാര്യങ്ങളൊന്നുമല്ലല്ലോ ബിൽഡ് ചെയ്യുന്നത്, സ്നോമാനല്ലേ. അപ്പോൾ ഞാനത് വീണ്ടും അതിനെടുത്ത് ഒട്ടിച്ചു. അതിന് കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുത്തു. ഒരു ടൈനി സ്നോമാനാണ്. അങ്ങനെ ഇതാണ്. കണ്ടാൽ വലിയൊരു ക്യൂട്ടൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്നോമാൻ അവസാനമായി വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ വലിയ സ്നോമാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ ഒരു കുട്ടി സ്നോമാനെ വെക്കണം എന്നാണ് വിചാരിച്ചത്. ശരിക്കും ഈ വലിയ സ്നോമാൻ ഇവിടെ ഉണ്ടായത് നന്നായി. കാരണം അതൊരു എന്താ പറയുക, ഈ ഇത്രയും സ്നോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു സ്നോമാൻ ഇല്ലാതെ ശരിയാവില്ലല്ലോ. ഇതിവിടുത്തെ കുട്ടികളുടെയൊക്കെ ഒരു വലിയ
ഒരു വിൻ്റർ ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ. അതായത് അവരുടെ യാർഡിലൊക്കെ അവർ അങ്ങനെ സ്നോമാൻ ഉണ്ടാക്കാത്തവരുണ്ട് അങ്ങനെയൊക്കെ. പിന്നെ വലിയ ആളുകൾക്ക് ഇവർ ഭയങ്കര ക്രേസാണ് സ്കീയിങ്ങിനോട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിൻ്റർ തീരെ ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട്. അത് ഈ വിൻ്റർ ഇങ്ങനെ ഒരുപാട് ലെയർ ചെയ്ത് വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർ, തണുപ്പ് അധികം ഇഷ്ടമില്ലാത്തവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എൻ്റെ ആദ്യത്തെ അല്ല, ശരിക്ക് രണ്ടാമത്തതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഇത്രയും ഇങ്ങനെ തണുപ്പോ സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും എൻ്റെ ആദ്യത്തെ വിൻ്റർ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ആയതുകൊണ്ടായിരിക്കണം ഞാൻ ഇത്രയും എൻജോയ് ചെയ്യുന്നത്. ചെറുതായിട്ട് മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടല്ല, കുറച്ചധികം വലിയ ഫ്ലേക്സാണ് വരുന്നത്. അപ്പോൾ ഇത്ര നേരം സ്നോഫാൾ ഇല്ലായിരുന്നു, സ്നോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് കാണാൻ ഒരു പ്രത്യേക രസം. അങ്ങനെ ഞാനിങ്ങനെ വെറുതെ എല്ലാം കണ്ട് നടന്നു പോകുമ്പോഴാണ് മരത്തിലൊരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്നോമാനാണ്, ഇതിന് ഇനി വേറെ വല്ല പേരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മരത്തിലിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചതുപോലെ അങ്ങനെ ആരോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ മഞ്ഞ് വിനോദങ്ങളായിരിക്കും. നമ്മൾ മഴക്കാലത്ത് വഞ്ചിയൊക്കെ ഉണ്ടാക്കി കളിക്കില്ലേ, അതുപോലെ ഇവർ സ്നോമാനായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഈ മരത്തിൻ്റെ മേലെ തങ്ങി നിൽക്കുന്ന മഞ്ഞ് ഇങ്ങനെ നമ്മളത് കുലുക്കിയാൽ, മരം കുലുക്കുമ്പോൾ അതിങ്ങനെ താഴെ വീഴും. അത് ഭയങ്കര രസമാണ്. ഓട്ടം സീസണിൽ ഒരു കാറ്റ് വന്നാൽ മുഴുവൻ ഇലകളും മഞ്ഞ ഇലകളൊക്കെ കൊഴിയുന്നത് പോലെ വിൻ്റർ സീസണിൽ നമ്മളിങ്ങനെ മഞ്ഞാണ് കൊഴിയുക, മരത്തിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞ്. അപ്പോൾ കുട്ടികളായിട്ടും പട്ടികളായിട്ടൊക്കെ നടക്കാവുന്നവരുണ്ട്. അപ്പോൾ തണുപ്പിന് ആ പട്ടിക്കൊരു കോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ, നേരത്തെ ഉള്ളതൊക്കെ വലിയ മരങ്ങളായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ ആരോഗ്യത്തിനനുസരിച്ചിട്ടുള്ള മരങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് അങ്ങനെ ഷെയ്ക്ക് ചെയ്ത് അതിൻ്റെ ചുവട്ടിൽ നിന്ന് അങ്ങനെ നടന്നു. അപ്പോൾ ശരിക്ക് ഇത്രയും സ്നോ വന്നത് എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് പോലെ തന്നെ തോന്നി. കാരണം ആരും ഇങ്ങനെ പ്രതികൂല കാലാവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നതല്ല. എല്ലാവരും അവരുടെ സൈക്കിൾ എടുത്തിട്ടും സ്കീ എടുത്തിട്ടും കുട്ടികളെ കൊണ്ടും പട്ടികളെ കൊണ്ടും ഒക്കെ നടക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും, എനിക്ക് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇത്രയും തണുപ്പത്ത് ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ പിന്നെ എനിക്ക് തണുക്കുമോ, മഞ്ഞിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ എനിക്കങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാനിവിടെ വന്നിട്ട് കുറേ നേരമായി. ഇത്രയും തണുപ്പ് ഇല്ലാത്ത ദിവസം ഞാൻ വന്നിട്ട് ഇത്ര നേരം നിൽക്കലൊന്നുമില്ല. അതായത് അപ്പോൾ ഇത്രയും പ്രിപ്പയർഡ് ആയിട്ടല്ല വരിക. ഇപ്പോൾ ഞാൻ വളരെ ഫുൾ കുറേ ലെയർ ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത്രയും വെറുതെ നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വരിക. പക്ഷേ ദിസ് ഈസ് സംതിങ് വണ്ടർഫുൾ. പക്ഷേ ഇപ്പം എന്തോ അല്ലാന്നുണ്ടെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വരിക. പക്ഷേ പെട്ടെന്ന് ഞാൻ പോകാറുണ്ട്. എല്ലാവരും ഐസും മൂടി കിടക്കുന്ന, മഞ്ഞും മൂടി കിടക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ കാറ്റിൻ്റെ അകത്ത് ഒരു അരുവി ഒഴുകുന്നുണ്ട്. അതിൻ്റെ വെള്ളം വിൻ്റർ ആയാലും ബ്ലാക്ക് കളറായിരിക്കും. പക്ഷെ അതെന്തുകൊണ്ടാണ് ആ കളറാവുന്നതെന്ന് അറിയില്ല. അത് വളരെ തെളിമയുള്ള വെള്ളമാണ്. അതായത് അതിൽ അഴുക്കോ അല്ലാന്നുണ്ടെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ളതൊന്നുമല്ല. പക്ഷേ ഈ കളർ ഇങ്ങനെ ആയിട്ട് വരും. അപ്പോൾ ഫോട്ടോ എടുത്താലൊക്കെ ഭയങ്കര കറുപ്പായിട്ടാണ്. പക്ഷേ അതിൻ്റെ താഴെയുള്ളതൊക്കെ നമ്മൾ അടുത്ത് പോയി നോക്കുമ്പോൾ നമുക്ക് കാണാം, വളരെ ക്ലിയറാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് നടന്നു. അപ്പോൾ പാർക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മളുടെ 2 സ്നോമാൻ അവിടെ തന്നെ ഉണ്ട്. ഈ സ്നോമാൻ്റെ ആയുസ് വളരെ കുറവാണ്. അതായത് ഒരു മഞ്ഞ് വന്ന് എല്ലാം മാറിക്കഴിഞ്ഞാൽ അതൊക്കെ ഉരുകി ഒലിച്ചു പോകും. അങ്ങനെ ഞാനതൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ വിൻ്റർ വാക്ക് കഴിഞ്ഞ് എൻ്റെ റൂമിലേക്ക് തന്നെ നടന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.